So today we will discuss the topic external reconstruction. Okay, first we will see the meaning of external reconstruction. So external reconstruction take place when an existing weak company goes into liquidation for the purpose of selling its assets and liabilities to a newly formed company. Thus, in case of external reconstruction, there is one liquidation and one formation. So simply, external reconstruction means taking over the business of one company by another company. So simply we can say that external reconstruction means taking over the business of a weak company by another company. So external reconstruction take place when an existing weak company goes into liquidation for the purpose of selling its assets and liabilities to a newly formed company. Okay, so in this case, there will be a company formed. Okay, a new company will be formed and another company will be going into liquidation. Okay, one company will be going into liquidation and a new company will be formed in case of external reconstruction. So simply external reconstruction means taking over the business of a weak company by another company. So here this weak company will be selling its assets and liabilities to the newly formed company. Now external reconstruction take place in the following cases. So there are various cases in which case the external reconstruction take place. So the first case is when a company accumulates huge losses and assets are overvalued. So the first case is when the company accumulates huge losses and assets are overvalued. Then the second situation is when a company wants to expand its operation. Then third one, when there is shortage of working capital. And finally, when a company wishes to change its domicile. So domicile means place of business. Okay. So in these cases, a company can go for external reconstruction. അപ്പോൾ എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വീക്ക് കമ്പനിയുടെ ബിസിനസ് വേറൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഒരു വീക്ക് കമ്പനി അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം വേറൊരു കമ്പനിയിലേക്ക് സെല് ചെയ്യുന്നു. ദെൻ ദർ ബൈ ഒരു പുതിയ കമ്പനി വിൽ ബി ഫോംഡ്. അതായത് ഈ സെല് ചെയ്യുന്ന കമ്പനി വിൽ ബി ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ ആൻഡ് എ ന്യൂ കമ്പനി വിൽ ബി ഫോംഡ്. ഇനി ഈ എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ റിസോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കേസസ് അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദ കമ്പനി ഈസ് ഹാവിങ് ഹ്യൂജ് അക്യൂമുലേറ്റഡ് ലോസസ്. അപ്പോൾ ഹ്യൂജ് ലോസസ് കമ്പനി സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ അസറ്റ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ഓവർ വാല്യൂഡ് ആണെങ്കിൽ, ഈ രണ്ട് സിറ്റുവേഷൻസിലും കമ്പനിക്ക് എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ റിസോർട്ട് ചെയ്യാം. ഓക്കെ, വെൻ എ കമ്പനി suffers huge accumulated losses or the assets are overvalued. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, കമ്പനിക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ദ കമ്പനി വാണ്ട്സ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് ന്യൂ കമ്പനി ക്യാൻ ബി ഫോംഡ്. ഇനി മൂന്നാമത്തെ കേസ്, ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, കമ്പനി ഇൻ കേസ് എ കമ്പനി സഫേഴ്സ് ഫ്രം ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെയാണെങ്കിലും എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സെൽ ചെയ്തിട്ട് എ ന്യൂ കമ്പനി ക്യാൻ ബി ഫോംഡ്. ദെൻ ഫൈനലി വെൻ എ കമ്പനി വിഷസ് ടു ചേഞ്ച് ഇറ്റ്സ് ഡൊമിസൈൽ. നമുക്കറിയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കുറേ ക്ലോസസ് ഉണ്ട്. നെയിം ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലോസസ് ഉണ്ട്. അതിനകത്ത് ഡൊമിസൈൽ എന്ന് പറയുന്നത് ലൊക്കേഷനാണ്, അതായത് പ്ലേസ് ഓഫ് ബിസിനസ് ആണ്. അങ്ങനെ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും കമ്പനി ക്യാൻ ഗോ ഫോർ എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത്രയും സിറ്റുവേഷൻസിലാണ് യൂഷ്വലി എ കമ്പനി വിൽ ബി ഗോയിങ് ഇൻ ടു എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ ഓർ ഗോയിങ് ഫോർ എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷൻ. So according to AS 14, external reconstruction should be treated as amalgamation in the nature of purchase. So simply external reconstruction can be treated as amalgamation in the nature of purchase, and the accounting treatment is also similar to the amalgamation in the nature of purchase. Okay, so this is regarding the meaning of external reconstruction and the various situations or the cases in which a company will be going for external reconstruction. Okay, now we will move on to the problem. So ഈ ക്വസ്റ്റ്യനകത്ത് ഇതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട്
പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് കമ്പനി അതായത് മഞ്ജു ലിമിറ്റഡ് ഗോയിങ് ഇൻ ടു ലിക്വിഡേഷൻ. ദെൻ ദ ന്യൂ കമ്പനി ന്യൂ മഞ്ജു ലിമിറ്റഡ് ഇസ് കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ്. അവരുടെ ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh rupees ആണ്. ദെൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹10. അതിൻ്റെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്ന്, ലയബിലിറ്റീസ് ടു ബി ഡിസ്ചാർജ്ഡ് ബൈ ദ ന്യൂ കമ്പനി. ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഫോർ ₹37,000 ടു ബി പെയ്ഡ് ഇൻ ഫുൾ. അപ്പോൾ ഇവിടെ മൊത്തം സൺട്രി ക്രെഡിറ്റേഴ്സ് 2,07,000 ആണുള്ളത്. ആ 2,07,000-ൽ 37,000 വർത്ത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ദേ വിൽ ബി പെയ്ഡ് ഇൻ ഫുൾ. ഓക്കെ. ദെൻ അതർ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഈ അതർ ക്രെഡിറ്റേഴ്സ് എത്രയായിരിക്കും? 2,07,000-ന്ന് ഈ 37,000 rupees പോയി കഴിഞ്ഞാൽ ദ റിമൈനിങ് എമൗണ്ട് വിൽ ബി 1,70,000. ഓക്കെ. 2,07,000 total sundry creditors, and out of this 2,07,000, 37,000 worth creditors are preferential creditors. So the preferential creditors for ₹37,000 to be paid in full. അപ്പോൾ 2,07,000-ൽ 37,000 വർത്ത് ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഫുൾ ആയിട്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 37,000 ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി വരാനുള്ളത് 1,70,000 ആണ്. ഓക്കെ. അപ്പോൾ ഈ 1,70,000 ആണ് ഈ അതർ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ അതർ ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്? അവരെ ടു ബി പെയ്ഡ് 25 പൈസ് ഇൻ ദ റുപ്പി ഇൻ ക്യാഷ്. അപ്പോൾ ക്യാഷ് ആയിട്ട് 25 പൈസ് പെർ റുപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കൂടാതെ 50 പൈസ് പെർ റുപ്പി 7% ഡിബെഞ്ചേഴ്സ് ആയിട്ടും കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള 1,70,000 വർത്തുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നത് 25 പൈസ് പെർ റുപ്പി ഇൻ ക്യാഷ് ആയിട്ടും 50 പൈസ് പെർ റുപ്പി ഇൻ 7% ഡിബെഞ്ചേഴ്സുമായിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആർ ബീയിങ് സെറ്റിൽഡ്. ഓക്കെ. ഇനി പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 1 ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച് ടു ബി ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് കമ്പനി ഫോർ എവറി 2 ഷെയർസ് ഹെൽഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്ന 2 ഷെയറിന് പകരമായിട്ട് 1 ഷെയറാണ് പുതിയ കമ്പനിയിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. എക്സിസ്റ്റിംഗ് കമ്പനിയിൽ ഇവർ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് അതിൽ 2 ഷെയർസിന് പകരം 1 ഷെയർ, അതായത് 1 ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച് ടു ബി ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഓൾഡ് കമ്പനി ഫോർ എവറി 2 ഷെയർസ് ഹെൽഡ്. അപ്പോൾ എത്ര ഷെയർ കിട്ടും? ഇവിടെ എത്രയാ? 15,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണുള്ളത്. ഓക്കെ. 15,000 ഷെയർസിന് പകരമായിട്ട് കിട്ടുന്നത് എങ്ങനെയാ? 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡറിന് 1 ഷെയറാണ് കിട്ടുന്നത്. സോ ദ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 15,000 ഇൻറ്റു 1/2 ആയിരിക്കുമല്ലോ. 2 ഷെയറിന് പകരം 1 ഷെയർ. അപ്പോൾ മൊത്തം 15,000 ഷെയർസ് ആണ് ഈ കമ്പനിയിലുള്ളത്. അപ്പോൾ ഇനി പുതിയ കമ്പനിയിൽ എത്ര ഷെയറേ കിട്ടുള്ളൂ? 2ന് പകരം 1 എന്ന് പറയുമ്പം അതിൻ്റെ ഹാഫ് അല്ലേ കിട്ടുള്ളൂ. സോ ദാറ്റ് വിൽ ബി 7,500. അപ്പോൾ അതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ദ നെക്സ്റ്റ്, ദ ന്യൂ കമ്പനി ടു ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ടു ദ പബ്ലിക്. അപ്പോൾ ഇത് കൂടാതെ ഒരു 10,000 ഇക്വിറ്റി ഷെയർസ് എക്സ്ട്രാ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ന്യൂ കമ്പനിയാണ് പേ ചെയ്യുന്നത്. ഇത്രയാണ് എഡീഷണൽ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, വി ഹാവ് ടു കമ്പ്യൂട്ട് ദ പർച്ചേസ് കൺസിഡറേഷൻ. ദെൻ വി ഹാവ് ടു നോ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ. സോ ഇൻ ദ ബുക്സ് ഓഫ് Manju Limited, that is the existing company or the old company which is going into liquidation, that is a transferor company. So in the books of Manju Limited, and we have already said that the accounting treatment will be that of the purchase method. Okay, so the purchase method which is followed in case of amalgamation in the nature of purchase. So calculation of purchase consideration. So equity shareholders, the existing company is having 15,000 equity shares. Then the new company is issuing 1 share for every 2 shares. So the number of shares issued will be 15,000 into 1/2, that is 7,500 shares. And the face value of the share is ₹10. So the purchase consideration will be 15,000 into 1/2 into 10, that is a face value ₹75,000. ഓക്കെ. 15,000 ഷെയർസ് ആണ് എക്സിസ്റ്റിംഗ് കമ്പനിയിലുള്ളത്. 2 ഷെയറിന് പകരം 1 ഷെയറാണ് പുതിയ കമ്പനിയിൽ കൊടുക്കുന്നത്. ആൻഡ് ദ ഫേസ് വാല്യൂ is ₹10. സോ 75,000 കോൺസ്റ്റിറ്റ്യൂട്ട് പർച്ചേസ് കൺസിഡറേഷൻ. അടുത്തത്
പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിനുള്ള പേയ്മെൻ്റ് ആണ്. അതിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പറഞ്ഞിട്ടുണ്ട് 37,000 റുപ്പീസ് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ദ പേയ്മെൻറ്റ് ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 37,000. So the remaining amount will be, total creditors were 2,07,000. So the remaining amount is 1,70,000. ഈ 1,70,000 കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് 25 പൈസ പെർ റുപ്പിയും ഡിബെഞ്ചർ ആയിട്ട് 7% ഡിബെഞ്ചർ ആയിട്ട് 50 പൈസ പെർ റുപ്പിയും ആണ് കൊടുക്കുന്നത്. സോ അതർ ക്രെഡിറ്റേഴ്സ് 1,70,000 into 25 divided by 100, that is 42,500 will be paid in cash. Then 1,70,000 into 50 by 100, that is 50 pice will be paid in the form of 7% debentures. So 42,500 rupees in cash and 85,000 rupees in the form of 7% debentures. ഇങ്ങനെയാണ് ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, 2,07,000 ക്രെഡിറ്റേഴ്സിന് 37,000 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഫുള്ളായിട്ട് കൊടുക്കും. ദെൻ ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് 42,500 റുപ്പീസ് ക്യാഷ് ആയിട്ടും 85,000 റുപ്പീസ് 7% ഡിബെഞ്ചേഴ്സ് ആയിട്ടും കൊടുക്കും. ഓക്കെ, so this is the amount of purchase consideration, that is rupees 75,000, and this is regarding the payment to creditors. Now we can prepare the realization account, that is we have to transfer all the assets to the realization account and all liabilities to realization account first, that is realization account debtor to various assets, to patents, to plant and machinery, stock, debtors and cash. Then on the credit side, by sundry creditors. So this is the amount of purchase consideration, that is by New Manju Limited 75,000. Then when you balance this realization account, you will get either the profit or loss. So here it is loss of rupees 45,000. So this loss we will transfer to shareholders account. So shareholders account debtor to realization being transfer of loss. So this is realization account. Now come to shareholders account. Then in shareholders account first, we transfer the share capital, that is the amount of share capital is 1,50,000. Then again last year there is a loss of rupees 30,000. Okay, so in shareholders account by share capital 1,50,000. Then to profit and loss account 30,000. So this is the transfer of realization loss 45,000. Then this is the amount of purchase consideration 75,000. So shareholders account will be balanced 1,50,000. So this is regarding the accounting treatment or the books in the accounting treatment in the books of Manju Limited, that is a transferor company. Now we will move on to the other book, that is in the books of New Manju Limited, that is the new company or the transferee company or the purchasing company. Now in the books of New Manju Limited, we have to pass various journal entries and also prepare the new company's balance sheet. Okay, now regarding the journal entries, first of all, for incorporating the various assets and liabilities taken over from the Manju Limited, that is transferor company. So assets account debtor to liabilities to liquidator of transferee company. So patent account debtor, plant and machinery account debtor, stock account debtor, debtors account debtor, cash account debtor, to sundry creditors, to liquidator of Manju Limited. Then the difference will be capital reserve. So in case the debit balance is more than the credit, that is it will be transferred to capital reserve. In case credit is more than debit, it will be transferred to goodwill account. So here it is capital reserve. So the balancing figure rupees 45,000 in capital reserve. So plant account debtor, plant and machinery account debtor, patent account debtor, stock account debtor, debtors account debtor, cash account debtor to sundry creditors to liquidator of Manju Limited. Then the balancing figure to capital reserve 45,000 rupees. Now this is the payment of purchase consideration. So the journal is liquidator of Manju Limited account debtor to equity share capital, that is 75,000 rupees, which is the amount of purchase consideration. Now the company has also issued rupees 1 lakh shares to the public. Okay, so in the question it is stated that the new company to issue 10,000 equity shares to the public, that is 10,000 equity shares at the rate of rupees 10, that is 1 lakh rupees. So the company issues 10,000 shares to the public. So the journal entry will be bank account debtor to equity share capital rupees 1 lakh. Then
This is regarding the settlement or the discharge of creditors. So sundry creditors 2,07,000. Then to cash, that is the amount paid to the preference. So here the amount paid to preferential creditors 37,000 rupees in cash. Then other creditors, that is 42,500. So the payment in the form of cash will be 37,000 plus 42,500, that is 79,500. Then payment in the form of debentures will be 85,000. So here the journal will be sundry creditors account debtor 2,07,000, to cash 79,500, to debentures 85,000. Then the balancing figure or the balance amount will be to capital reserve. So the remaining amount 42,500 rupees to capital reserve. Then the liquidation expenses being paid by the new company. So the transaction, so the journal entry is capital reserve account debtor to cash 2,500. Then finally, you know the patent is being overvalued. So this overvalued asset or the value of the overvalued asset should be reduced by making use of the amount in capital reserve. So first you see what is the amount remaining in capital reserve. So here there is a capital reserve of rupees 45,000. Okay, now again when you settle the creditors, there is a balance of 42,500 rupees. So the total amount in the hands will be 45,000 plus 42,500 rupees. Now out of this amount, you have paid the liquidation expense of rupees 2,500. Okay, so 45,000 plus 42,500 minus 2,500. So the remaining amount will be 85,000. This 85,000 rupees can be used for reducing the amount of patent. Okay, so capital reserve account debtor to patent 85,000. So the amount remaining in capital reserve, that is 45,000 plus 42,500 minus liquidation expense 2,500. So this is used for reducing the amount of, that is reducing the overvalued asset, that is patent 85,000. Now we can see the balance sheet of the new company, that is equity and liability, shareholders fund, that is share capital 1 lakh issued to the public and 75,000 rupees purchase consideration, that is 1,75,000. Then no amount is remaining in reserves and surplus because the amount remaining capital reserve is already transferred to, or it is already used for reducing the amount of patent. So 85,000. So there is no amount remaining in reserves and surplus. Then non-current liability 7% debentures issued to the creditors, that is 85,000. Then total will be 2,60,000. Then under assets, fixed asset, tangible asset, that is plant and machinery 56,000, intangible asset patent, the amount in balance sheet was 1,50,000. Then minus 85,000, that is the amount reduced by making use of capital reserve, then it comes to 65,000. Then current assets, stock, then trade receivables, that is debtors, cash and cash equivalents. The cash amount will be 2,000 rupees, which is taken from the existing company, that is this amount, that is 2,000 rupees. Then 1 lakh rupees, that is by way of issuing shares to the public, minus 79,500 rupees, that is payment to the creditors. Then minus 2,500, that is payment of liquidation expense. So the remaining amount will be 20,000. So the balance sheet total comes to 2,60,000. Okay, thank you.